കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ നമുക്ക് തയ്യാറാക്കുന്നത് ചാള അല്ലെങ്കിൽ മത്തി എന്ന് പറയും ചിലർ, അത് തിളപ്പിക്കുന്ന വിധമാണ്. അതിന് ഞാനിവിടെ 1/2 കിലോ ചാള നന്നായി വെട്ടി കഴുകി തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് കുക്ക് ചെയ്യാമെന്ന് കാണാം. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി നമുക്ക് നല്ലോണം വഴന്നു വരുന്നവരെ ഇളക്കി കൊടുക്കണം. ഉള്ളി ഇത്രയും വഴന്നു വന്നിട്ടുണ്ട്, നല്ലോണം മൊരിഞ്ഞു പോകണ്ട. ഇത്രയും ആയിപ്പോഴേക്കും നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ പച്ചമണം മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കണം. നമ്മളിതിൽ മുളക് പൊടിയല്ല ചേർക്കണത്, വറ്റൽ മുളക് ആണ് ചതച്ചത് ചേർക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുക്കാം. ആ ചതച്ച വറ്റൽ മുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ കറി നല്ല ടേസ്റ്റായിരിക്കും. ഉള്ളിയാണ് നമ്മൾ ഇതിന് ശരിക്കും എടുക്കണത്, സവാള ഇതിന് എടുക്കാറില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, അത് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം വഴന്ന് വരുന്ന വരെ ഇളക്കി കൊടുക്കണം. കുറേ നേരിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, അത് മുളക് കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാണ്ട് നോക്കണം. ഒരു 2-3 മിനിറ്റ് നേരം വഴറ്റിയാൽ മതി തക്കാളി ഇട്ടിട്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ചേർക്കരുത്. ഇതിന് ഗ്രേവി അധികം ഉണ്ടാവില്ല, കട്ടിയായിട്ടായിരിക്കും. അതാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അധികം വെള്ളം ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേവിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് ഒന്ന് തിളക്കട്ടെ. മൂടി വെച്ചിട്ട് തിളപ്പിക്കാം. നമുക്കിപ്പോൾ മൂടി തുറന്ന് നോക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ അത് തിളച്ച് വന്നോളും. അധികം നേരം തിളപ്പിക്കണ്ട. തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. മീൻ ഇങ്ങനെ ഗ്രേവിയിലൊന്ന് മുങ്ങിക്കിടക്കണം, അത്രയ്ക്കും ഗ്രേവിയെ പാടുള്ളൂ. ഇനി ഇതിൽ മൂടി വെച്ച് വെന്ത് വരുമ്പോൾ അതിൽ ചാറ് തന്നെ ഉണ്ടായിക്കോളും. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റോളം ആയിട്ടുണ്ട് ഞാനിത് മൂടി വെച്ചിട്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ കറി ഇപ്പോൾ നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. മീനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ? ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്. ഇനി ഇതിലധികം ഗ്രേവി ആയാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ചാളയുടെ സീസൺ അല്ലേ. കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. നമ്മുടെ ചാള തിളപ്പിച്ചത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ല ഇതിൽ. അതുള്ള സിമ്പിളായിട്ട് കറി വയ്ക്കാൻ പറ്റും. ഇത് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.